വെസ്റ്റ് ബാങ്കിന്റെ മണ്ണിൽ പ്രാർത്ഥനാ നിരതനായിരുന്ന ഒരു പലസ്തീൻ യുവാവിന് നേരെ ഇസ്രായേലി റിസർവ് സൈനികർ നടത്തിയ അതിക്രൂരമായ ആക്രമണം ലോകമനസാക്ഷി ഞെട്ടിച്ചിരിക്കുകയാണ്. റോഡ് സൈഡിൽ സമാധാനപരമായി നിസ്കരിച്ചുകൊണ്ടിരുന്ന മജ്ദി അബു മോഖോ എന്ന യുവാവിനെ ലക്ഷ്യമിട്ടാണ് ആയുധധാരികളായ സൈനികൻ തന്റെ ATV വാഹനം ഉപയോഗിച്ച് ഓടിച്ചു കയറ്റിയത്. അധിനിവേശത്തിന്റെ ക്രൂരതകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുറത്തുവന്ന ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തു. ദൈവാരാധനയിൽ മുഴുകിയിരുന്ന ഒരാൾക്ക് നേരെ ഇത്രയും നിന്ദ്യമായ രീതിയിൽ ആക്രമണം നടത്താൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഇപ്പോൾ ഉയർത്തുന്നത്. പ്രാർത്ഥനയുടെ പുണ്യനിമിഷങ്ങളെ ചോരയിൽ മുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായതോടെ പ്രതിരോധത്തിലായ ഇസ്രായേൽ പ്രതിരോധ സേന അക്രമിയായ സൈനികരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഔദ്യോഗികമായി അറിയിച്ചു. സൈനികന്റെ പ്രവൃത്തി അധികാര ലംഘനമാണെന്നും ഒരു സേനാംഗത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം നടപടികൾ കൊണ്ട് മാത്രം വർഷങ്ങളായി പലസ്തീൻ ജനത നേരിടുന്ന പീഡനങ്ങൾക്ക് അറുതിയാകില്ലെന്ന് പ്രാദേശികവാസികൾ പറയുന്നുണ്ട്. ക്രൂരമായ വാഹനാക്രമണത്തിന് ഇരയായ മജ്ദി അബു മോഖോ നിലവിൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ്. ATV ഇടിച്ചു കയറിയതിനെ തുടർന്ന് മകന്റെ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും അവൻ ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടില്ലെന്നും മജ്ദിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. വാഹനം കൊണ്ട് ഇടിക്കുക മാത്രമല്ല, നിസ്സഹായനായി നിലത്ത് വീണ മജ്ദിയുടെ മുഖത്തേക്ക് സൈനികർ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ വാഹനം ഇടിക്കുന്നത് വ്യക്തമായി കാണാമെങ്കിലും അതിനുശേഷം നടന്ന ക്രൂരതകൾ പലതും ക്യാമറയുടെ പരിധിക്ക് പുറത്തായിരുന്നു. ഈ അക്രമം നടത്തിയ സൈനികൻ ആ പ്രദേശത്തെ കുപ്രസിദ്ധനായ ഒരു തീവ്ര കുടിയേറ്റക്കാരൻ കൂടിയാണെന്ന വെളിപ്പെടുത്തലുകൾ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഫലസ്തീൻ ഗ്രാമങ്ങൾക്ക് സമീപം അനധികൃതമായി ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ച് താമസിക്കുന്ന ഇത്തരം കുടിയേറ്റക്കാർ പലപ്പോഴും സൈനിക വേഷത്തിന്റെ മറവിൽ നാട്ടുകാരെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. മജ്ദിയെ ആക്രമിച്ച സൈനികൻ മറ്റ് കുടിയേറ്റക്കാർക്കൊപ്പം കന്നുകാലികളെ മേയ്ക്കാൻ വരികയും ഫലസ്തീനികളുടെ വഴി തടസ്സപ്പെടുത്തുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പതിവാണെന്നും മജ്ദിയുടെ പിതാവ് AFPയോട് വെളിപ്പെടുത്തി. തങ്ങളുടെ മണ്ണിൽ സമാധാനമായി ജീവിക്കാനുള്ള അവകാശത്തെ തോക്കിൻ മൂലയിൽ നിർത്തി ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പ്രാർത്ഥന നിരതനായ ഒരാളെ പോലും വെറുതെ വിടാത്ത വിദ്വേഷം ഇസ്രായേലി സൈനികർക്കിടയിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അക്രമം നടത്തിയ സൈനികനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേവലം 5 ദിവസത്തെ വീട്ടുതടങ്കൽ മാത്രമാണ് ഇയാൾക്ക് ശിക്ഷയായി ലഭിച്ചിട്ടുള്ളതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമാധാനപരമായി ആരാധന നടത്തിയ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് നൽകുന്ന ഈ ശിക്ഷ തീർത്തും അപര്യാപ്തമാണെന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പലസ്തീനികൾക്കെതിരെ അതിക്രമം നടത്തുന്ന സൈനികർ കുടിയേറ്റക്കാർക്കും ഇസ്രായേൽ നീതിന്യായ വ്യവസ്ഥ നൽകുന്ന അമിതമായ ഇളവുകൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിവിലിയന്മാർക്ക് നേരെ സൈനികർ നടത്തുന്ന ഇത്തരം വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും വെസ്റ്റ് ബാങ്കിലെ സാധാരണ ജീവിതത്തെ നഗരതുല്യമാക്കുകയാണ്. മജ്ദി അബു മോഖോയ്ക്ക് നേരെ ഉണ്ടായ ഈ വധശ്രമം ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാൻ കഴിയില്ല. പലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഒരു തുടർച്ച മാത്രമാണിത്. ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വഴിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരെ പോലും ശത്രുക്കളായി കാണുന്ന മനോഭാവം സൈനികരിൽ വളർത്തിയെടുക്കുന്നതിൽ ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനും വലിയ പങ്കുണ്ട്. ആഗോളതലത്തിൽ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ ഇസ്രായേൽ സൈന്യത്തിന് മേൽ വലിയ സമ്മർദ്ദമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതും കുറഞ്ഞ ദിവസത്തെ തടവും കൊണ്ട് ഇത്തരക്കാരുടെ വംശീയ വിദ്വേഷം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. നീതി ലഭിക്കണമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇടപെടണമെന്നും പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം ശക്തമാണ്. മുറിവേറ്റ കാലുകളുമായി വീട്ടിൽ കഴിയുന്ന മജ്ദിയുടെ ചിത്രം അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മറ്റൊരു വേദനിക്കുന്ന മുഖമായി മാറിയിരിക്കുകയാണ്.